പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. ഇന്നത്തെ ഒന്നാം വായനയിൽ യേശുവിന്റെ വ്യക്തിത്വത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. യേശുവിൽ കർത്താവിന്റെ ആത്മാവുണ്ട്. വിവേകത്തിന്റെയും ഉപദേശത്തിന്റെയും ശക്തിയുടെയും അറിവിന്റെയും ആത്മാവ് തന്നെ. ദരിദ്രരെ ധർമ്മസ്ഥയോടെ വിധിക്കും, വലിയവരോട് നീതിപൂർവം വർത്തിക്കും. പരിശുദ്ധാത്മാവിനെ അതിയായി സ്നേഹിക്കാം. അപ്പോൾ യേശുവിൻ്റെ ജീവിത മാതൃക അനുകരിച്ച് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. ഇന്നത്തെ രണ്ടാം വായനയിൽ വിശുദ്ധ പൗലോസ് പറയുന്നു, നാം ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തിൻ്റെ നാമത്തിന് കീർത്തനം പാടുവാനും കടപ്പെട്ടിരിക്കുന്നു. കാരണം നമ്മുടെ ജീവിതത്തിൽ സമാശ്വാസവും നൽകുന്ന ദൈവം പരസ്പര ഐക്യത്തിൽ യേശുക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുവാൻ നമ്മെ അനുഗ്രഹിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും നമ്മോടൊപ്പം നിലനിൽക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് ജീവിക്കാം. ഇന്നത്തെ സുവിശേഷത്തിലൂടെ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് നാം മാനസാന്തരപ്പെടുന്നതിന് തന്നെ. കാരണം സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വഴിയൊരുക്കാം, അവിടുത്തെ പാതകൾ നേരെയാക്കാം, നല്ല ഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷങ്ങളാകാം. യേശു പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനപ്പെടുത്തും. യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നതിന് നമ്മിലെ തിന്മ പ്രവർത്തനങ്ങളെ ദൂരെ അകറ്റാൻ നന്മ ചെയ്ത് സ്വർഗം സ്വീകരിക്കുന്നതിനുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം.